പ്രിയപ്പെട്ടവരെ, പോരിശയാക്കപ്പെട്ട പരിശുദ്ധമായ മുഹറം 10 ആശുറയുടെ ദിവസം മുസ്ലിം ഉമ്മത്ത് മുഴുവൻ ആവേശത്തോടെ കാതോർക്കുന്ന ദിവസമാണ്. ആ ദിവസം നമ്മുടെ ചാരത്ത് വന്നു. വരുന്ന വ്യാഴാഴ്ച മഗ്‌രിബോടെ ആശുറയുടെ രാവ് വന്നു. വെള്ളിയാഴ്ച പകൽ ആശുറയുടെ പകലാണ്. ഈ പരിശുദ്ധമായ ദിവസം വരുന്നതിന് മുമ്പ് ഇക്കൊല്ലത്തെ ആശുറയുടെ മഹത്വം കൊണ്ട് ആയുസ് മുഴുവൻ ലാഭം ഉദ്ദേശിക്കുന്നുണ്ടോ? എന്നാൽ 5 കാര്യങ്ങൾ ഇന്നു മുതൽ നമ്മൾ ഒരുക്കി തയ്യാറാക്കി വെക്കണം. അത് തയ്യാറാക്കിയില്ലെങ്കിൽ നമുക്ക് ആശുറ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഏതാ 5 കാര്യം നിർബന്ധമായി അറിഞ്ഞിരിക്കണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. ഇരുലോക ആഫിയത്തും ബർക്കത്തും നമുക്കെല്ലാം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് കമൻറ്റിൽ വന്ന് സന്തോഷം പറയുന്ന, ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന നമ്മുടെ അൻവാർ എഫ്എസിൻ്റെ കുടുംബം അല്ലാഹു പ്രത്യേകം ബറക്കത്ത് നൽകട്ടെ. ഈ പരിശുദ്ധ മാസത്തിൻ്റെ എല്ലാ ഖൈറും നമുക്ക് അല്ലാഹു നൽകട്ടെ. നമ്മുടെ മരിച്ചുപോയവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, പോരിശയാക്കപ്പെട്ട മുഹറം മാസത്തിൻ്റെ ഏറ്റവും പ്രഗത്ഭമാണ് ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ. അതിൽ ഏറ്റവും വേറിട്ട ദിവസമാണ് മുസ്ലിം ഉമ്മത്ത് മുഴുവൻ ആവേശത്തോടെ കാത്തിരിക്കുന്ന ദിവസമാണ് യൗമു ആശൂറ, മുഹറം 10 ദിവസം. അതെന്ന വരുന്ന വെള്ളിയാഴ്ച പകലാണ് പരിശുദ്ധമായ മുഹറം 10 ആശൂറയുടെ ദിവസം. അപ്പോൾ തലേ ദിവസം വ്യാഴാഴ്ച, വരുന്ന വ്യാഴാഴ്ച മഗ്‌രിബ് വാങ്കോടെ, അതായത് മുഹറം 9 താസുആ നോമ്പ് വ്യാഴാഴ്ച പകലാണ്. ആ നോമ്പ് തുറക്കലോട് കൂടെ തന്നെ കയറി വരുന്നത് ലൈലത്തു ആശൂറ ആണ്. ആശൂറയുടെ മുഹറം 10 രാവാണ്. അപ്പോൾ നമ്മുടെ ചാരത്ത് വന്ന് നിൽക്കുകയാണ്. ഈ സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ, വിശ്വാസികളായ നാം ഒക്കെ തന്നെ ഒന്ന് മനസ്സ് കൊടുത്താൽ എങ്ങനെ നിങ്ങളോട് ഈ ഒരു ടോപ്പിക്, ഈ ഒരു വിഷയം നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്ന് അറിയാതെ വലിയൊരു ബേജാറാകുന്ന ഒരു ടോപ്പിക്കാണിത്. കാരണം ഇതിൻ്റെ മഹത്വം എങ്ങനെ പറഞ്ഞറിയിക്കും, എങ്ങനെ അവതരിപ്പിക്കാൻ പറ്റും? ഇത് കാതിലൂടെ കൽബിലേക്ക് കയറിയാൽ പ്രിയപ്പെട്ടവരെ, ചെറിയൊരു മനസ്സ്, ഒരു അധ്വാനം, എന്തിന് ഒരു തറാവീഹ് നിസ്കരിക്കുന്ന അധ്വാനം പോലും, ഒറ്റ തറാവീഹിനെ കുറിച്ചാണ് പറയുന്നത്, അത്ര പോലും ഇല്ലാതെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന വലിയൊരു നന്മ, വലിയൊരു സൗഭാഗ്യം ഈ പരിശുദ്ധമായ മുഹറം 10 എന്നുണ്ട്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നിർബന്ധമായി ഇപ്പോൾ തന്നെ 5 കാര്യങ്ങൾ നമ്മൾ ഒരുക്കി റെഡിയാക്കി വെക്കണം, ഒരുങ്ങി വെക്കണം നമ്മൾ ആ പരിശുദ്ധമായ മുഹറം 10 ദിവസത്തിന് വേണ്ടി. എന്താ ശ്രദ്ധിക്കേണ്ടത്? രാവും പകലുമായി ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് ഒന്നാമത്തെ കാര്യം, മുഹറം മാസത്തിൻ്റെ മുഹറം 10 ആശൂറയുടെ ദിവസത്തിന് നമ്മൾ ഒരുങ്ങേണ്ട പ്രധാനപ്പെട്ട ഒരുക്കം എന്ന് പറയുന്നത് പരിശുദ്ധ നോമ്പിനാണ്. മുഹറം 9, 10, 11 3 ദിവസമാണ് നോമ്പ് പ്രഗത്ഭമായ സുന്നത്ത്. അതിലേറ്റവും മഹത്വമാണ് മുഹറം 10 വെള്ളിയാഴ്ചത്തെ നോമ്പ്. അപ്പോൾ വ്യാഴം, വെള്ളി, ശനി നോമ്പ് സുന്നത്താണ്. അത് 3ഉം അൽഹംദുലില്ലാ എടുക്കാൻ പറ്റുന്നവർ, അതിന് അല്ലാഹു തൗഫീഖിന് സെലക്ഷൻ കൊടുത്തിട്ടുള്ള ആളുകൾ വലിയ ഭാഗ്യവാന്മാരാ. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ പ്രത്യേകിച്ച് മുഹറം 10 നോമ്പ്, ഇതിന് നമ്മൾ ശാരീരിക മാനസിക തയ്യാറെടുപ്പ് വേണം. ഒന്ന് പ്രിപ്പയർഡ് ആകണം നമ്മൾ എന്ന് പറഞ്ഞാൽ, മാനസിക തയ്യാറെടുപ്പ് എന്നതിനവസ്ഥ ശാരീരികമായിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങി തയ്യാറായി അങ്ങോട്ട് പിടിച്ചാൽ പോരാ. പരിശുദ്ധമായ മുഹറം 10 നോമ്പ്, ഏത് നോമ്പിൻ്റെയും ആദ്യത്തെ ഫർള് എന്താ? നിയ്യത്താണ്. മാനസികമായൊരു ഒരുക്കം നമുക്ക് വേണം. അതുകൊണ്ട് മനസ്സിൽ നല്ല നിയ്യത്ത് കരുതലോടെ, അല്ലാഹുവേ എനിക്ക് ആ നോമ്പ് പിടിക്കണമെന്ന് വലിയ മോഹമുണ്ട്, അതിനുള്ള തൗഫീഖ് നീ നൽകണം. കാരണം ആ നോമ്പിൻ്റെ ദിവസത്തിൽ, അതിൻ്റെ തലേ ദിവസത്തിൽ അത് അനുഷ്ഠിക്കാൻ പറ്റാതെ ആ സൗഭാഗ്യം തെന്നിമാറി പോകുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്, രോഗത്തിൻ്റെയും മറ്റു കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ അല്ലാഹുവേ 1000 ആരോഗ്യം എനിക്ക് ആ പരിശുദ്ധമായ ദിവസത്തിലേക്ക് നീ ഒന്ന് തരണമല്ല എന്ന് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്ത് നമ്മൾ മാനസികമായ ഒരുക്കം, എനിക്കത് പിടിക്കണം റബ്ബേ എന്നുള്ള ഒരുക്കത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങി വെക്കണം, തയ്യാറാകണം. പിന്നെയോ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ, കുഞ്ഞുമക്കൾ നോമ്പ് പിടിക്കാൻ പ്രായമായി, ഏകദേശം അതിന് പാകപ്പെട്ടു, ഒരു 7 വയസ്സൊക്കെ ആയാൽ പ്രത്യേകിച്ച് നമ്മൾ നോമ്പിൻ്റെ കാര്യം അവരോടുകൂടെ പറഞ്ഞു കൊടുക്കണം, ഒന്ന് ശീലിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ കുഞ്ഞുമക്കൾ പലപ്പോഴും അവർക്ക് അത് ശീലമില്ലാത്തത് കൊണ്ടും, അവർ കുഞ്ഞുമക്കളായതുകൊണ്ടും അവർക്ക് ആ നോമ്പ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. അവർക്ക് എത്രയാണ് പിടിക്കാൻ പറ്റുന്നത്? രാവിലെ ഒരു 10 മണി വരെ അവർ പിടിച്ചു തന്നു ആ നോമ്പുകാരായിട്ട്. പിന്നെ അവർക്ക് പിടിക്കാൻ പറ്റിയില്ല, ദാഹമായി, അവർക്ക് വിശപ്പായി, പ്രയാസമായി, കുഴപ്പമില്ല, അത്രയും നേരം അവർക്ക് പിടിക്കാൻ പറ്റിയല്ലോ, അതെന്നെ വലിയ തൗഫീഖാണ്.
അല്ലെങ്കിൽ ഒരു 12 മണി 3 മണി വരെ പോയുള്ളൂ, പോകുന്നിടത്തോളം പോകട്ടെ. ഒരു പ്രയാസവും മക്കളെ പെടുത്താൻ പാടില്ല. മുഹറം 10 എന്ന് ഒരു കുടുംബത്തിലും ഒരു മോനും മോളും പ്രയാസപ്പെടാൻ പാടില്ല. അപ്പോൾ നമുക്കറിയാലോ അവരുടെ പ്രയാസമാണ്. നീ നിർബന്ധമായിട്ട് പിടിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കാനൊന്നും പാടില്ല. അവർ അതിന് ശാരീരിക മാനസികമായി അവർ ആക്റ്റീവ് ആണെങ്കിൽ അൽഹംദുലില്ലാ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ സൗകര്യം ചെയ്തു കൊടുക്കണം. ഏതായിരുന്നാലും ആ നോമ്പിനെക്കുറിച്ച് അവർക്ക് ഉപദേശിച്ചു കൊടുക്കണം. പ്രത്യേകിച്ച് സ്കൂള് മദ്രസയൊക്കെ ഓഫാണ്, ഒന്നുമില്ലാത്ത ഫ്രീ ടൈമാണ്. അപ്പോൾ കഴിവിൻ്റെ പരമാവധി അതൊന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. മാതാപിതാക്കളൊന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. അൽഹംദുലില്ലാ ആ ഒരു ബറക്കത്ത് മക്കളിലും ആ മാതാപിതാക്കളിലും ഉണ്ടാവും. ആ മക്കളെ കൊണ്ട് ഉപകാരം ഉണ്ടാവും, വലിയ ഐശ്വര്യം ഉണ്ടാവും. ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവരെ, നെക്സ്റ്റ് വൺ, രണ്ടാമത്തെ കാര്യം, പ്രഗത്ഭമായ മുഹറം 10 ഒരു സുന്നത്തായിട്ട് മഹത്തുക്കളായ ഫുഖഹാക്കൾ പറഞ്ഞിട്ടുള്ളതാണ്. പരിശുദ്ധ മുഹറം 10 ആശുറാഇൻ്റെ ദിവസത്തിൽ കുടുംബത്തിന് അത്തൗസിഅതു അലൽ അയ്യാൻ, സ്വന്തം നഫ്സിനും കുടുംബത്തിനും ഭക്ഷണം മറ്റു സൗകര്യങ്ങളൊക്കെ വിശാലത ചെയ്തു കൊടുക്കുക, അന്ന് ലാവിശാക്കുക. അന്ന് കണക്ക് നോക്കിയിട്ട് പിന്നെ പിശുക്ക് കാണിക്കുന്നൊരു സ്വഭാവം ഉണ്ടായാൽ ഒരു കൊല്ലത്തേക്ക് നമുക്ക് പിന്നെ അള്ളാഹു വിശാലതയില്ലാത്ത അവസ്ഥ, ഒരു ബർക്കത്തില്ലാത്ത അവസ്ഥ ഉണ്ടാവും. അള്ളാഹു നമ്മളോട് പിശുക്ക് കാണിക്കുന്നില്ല, നമുക്ക് യഥേഷ്ടം അള്ളാഹു തരുന്നുണ്ട്. നമ്മൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ശരീരത്തിനും മക്കൾക്കും വിശാലമായി അന്ന് ഭക്ഷണ മറ്റു സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം, മക്കളെ സന്തോഷിപ്പിക്കണം. അന്നൊരു കുടുംബത്തിലും ഒരു മോനും മോളും പ്രയാസപ്പെടുന്ന, വേദനിക്കുന്ന, കരയുന്ന അവസ്ഥ ഉണ്ടാകരുത്. കഴിവിൻ്റെ പരമാവധി നല്ല ഫുഡ് അവരോട് ചോദിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരുക്കത്തിൻ്റെ ഭാഗമാണ്. അന്ന് നമുക്ക് ആ വിരുന്ന് സൽക്കാരത്തിൽ, ആ പിന്നെ ഫുഡ് സൽക്കാരത്തിൽ എന്തൊക്കെ ഫുഡാണ് വേണ്ടത് ഓരോരുത്തരോടും ചോദിക്കുക. ഓരോരുത്തരും ഓരോന്നായിരിക്കും പറയാം. അള്ളാഹു കഴിവന്നിട്ടുണ്ടെങ്കിൽ ആ മക്കൾക്ക് ഇഷ്ടപ്പെട്ട, കുടുംബത്തിന് ഇഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കുക. അൽഹംദുലില്ലാ അത് വലിയ സന്തോഷമാണ്. വാപ്പാനോടും ഉമ്മാനോട് ചോദിക്കുക, ഇന്ന് സ്പെഷ്യൽ എന്താ വേണ്ടത്. അപ്പോൾ ഒരു മടി കാണിച്ച് പറയും, ഞങ്ങളെ പിള്ളേർക്ക് മേടിച്ചു കൊടുക്കുക മക്കളെ എന്നൊക്കെ പറയും. എങ്കിലും ചോദിക്കുക, നമ്മൾ മനസ്സിലാക്കുക അവരുടെ ഇഷ്ടം എന്താണ്, അവരെ സന്തോഷിപ്പിക്കുക. അതിനേക്കാൾ പുണ്യമായ അമൽ പ്രിയപ്പെട്ടവരെ വേറെ ഏതാ. അതുകൊണ്ട് മനസ്സറിഞ്ഞ് അവർക്കും സന്തോഷങ്ങൾ വിളംബരം ചെയ്യുന്ന ഒരു പരിശുദ്ധമായ ദിവസമാകട്ടെ നമ്മുടെ മുഹറം 10. അപ്പോൾ എന്തൊക്കെ അതിനു വേണ്ടി വാങ്ങണം, എന്തൊക്കെ അതിനു വേണ്ടി നമ്മൾ റെഡിയാക്കണം എന്നൊക്കെ കുടുംബവുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് കാര്യങ്ങൾക്ക് തയ്യാറെടുപ്പ് ഉണ്ടാവുക. ഇനി അതിന് കഴിയാത്തവർ നമ്മുടെ കഴിവിൻ്റെ പരിധിയിൽ നിന്നിട്ട് കളിച്ചാൽ മതി. ഒരിക്കലും കടം വാങ്ങിയിട്ട് ഒരു കാരണവശാലും അത്തരം പ്രയാസങ്ങളൊന്നും പോണ്ട. നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ചെയ്താൽ മതി. അല്ലാതെ കടം വാങ്ങിയിട്ട് പ്രയാസപ്പെടാനും അതിന് വലിയ ഒന്നും വേണ്ട. അത്തരക്കാർ കുടുംബത്തോട് നല്ല പെരുമാറ്റം, സ്വഭാവത്തിൽ നല്ല വിശാലത, എല്ലാവരോടും സന്തോഷം, സ്നേഹങ്ങൾ, അവരുടെ ഇഷ്ടങ്ങൾ ഇതൊക്കെ ചോദിച്ചു മനസ്സിലാക്കുക. നല്ല പെരുമാറ്റം, അതും അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന വലിയൊരു വിശാലതയാണ്, മനസ്സിൻ്റെ വിശാലത. അതൊക്കെ ചെയ്തു കൊടുക്കുക. അപ്പോൾ കഴിവിൻ്റെ പരമാവധി അങ്ങനെയുള്ള കാര്യങ്ങൾ, നല്ല ലാവിഷായിട്ട് ഫുഡും മറ്റൊക്കെ സൗകര്യം ചെയ്തു കൊടുക്കുക. ഇനി മൂന്നാമത്തെ കേട്ടോളൂ പ്രിയപ്പെട്ടവരെ, സ്വതക്ക ഹദിയ, ദാനധർമ്മങ്ങൾ. മുഹറം 10 എന്ന് വലിയ പോലീസിയാണ് ഇതിൻ്റെ രാവും പകലും. അപ്പോൾ അന്നത്തെ ദിവസം പെട്ടെന്ന് തിരക്കൂട്ടിയാൽ ഒരു പക്ഷേ പറ്റിക്കൊള്ളണമെന്നില്ല. അതിനു വേണ്ടി എന്തെങ്കിലും ഒരു സമ്പാദ്യം നമ്മളൊന്ന് ഒരുക്കി വെക്കാം. അതിനു മുമ്പേ അന്ന് കൊടുക്കാൻ വേണ്ടി. അൽഹംദുലില്ലാ ആ സ്വതക്ക ഹദിയക്ക് വല്ലാത്ത പ്രതിഫലമാണ്. ഒരു കൊല്ലം നീണ്ടു വെക്കും അതിൻ്റെ എഫക്റ്റ്. പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കൊടുക്കുക. ഇനി മുഹറം 10 എന്ന് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ ഒരു കുടുംബത്തിൽ എത്തിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അന്നത്തെ നോമ്പ് തുറക്കാനുള്ള ഈത്തപ്പഴം വാങ്ങിക്കൊടുത്തു, നമ്മുടെ വേണ്ടപ്പെട്ട കുടുംബത്തിലേക്ക് നമ്മൾ വാങ്ങിക്കൊടുത്തു. അതൊക്കെ വലിയ പുണ്യമാണ്, വലിയ പുണ്യമാണ്. ആ നോമ്പുകാരുടെ നോമ്പിൻ്റെ ഒരു പ്രതിഫലം നമുക്ക് കിട്ടാനൊരു കാരണമാകും. ആ കുടുംബത്തിലേക്ക് ഇത് ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുത്തതിൻ്റെ വലിയൊരു പാവപ്പെട്ട കുടുംബമുണ്ട്. ആ കുടുംബക്കാർ, വിശ്വാസികളായ കുടുംബക്കാർ, അവർ മുഹറം 10 ബന്ധപ്പെട്ട് വലിയ സന്തോഷം. പക്ഷേ അവർക്ക് കഴിയില്ല, അവർക്കത്ര വിശാലമായിട്ട് കഴിയുന്നവരല്ല, സാധുക്കളാണ്. എന്നാൽ അവർക്ക് നമ്മൾ ഒരു ഭക്ഷണപ്പൊതി, ഒരു കിറ്റ് വാങ്ങിക്കൊടുത്തു. അന്നുണ്ടാക്കാനുള്ള പായസത്തിൻ്റെയും ബിരിയാണിയുടെയും മുഴുവൻ കാര്യങ്ങളും വാങ്ങിക്കൊടുത്തു. അൽഹംദുലില്ലാ എത്ര സന്തോഷം എന്നറിയും, എത്ര റാഹത്താണ്. അതിലൊക്കെ എൻഗേജഡ് ആവുക കഴിവിൻ്റെ പരമാവധി. ഇനി നാലാമത്തൊരു കാര്യം എന്ന് പറയുന്നത് ആത്മീയമായ ഗ്രന്ഥങ്ങൾ, ബുക്സുകളൊക്കെ നമ്മൾ വായിക്കുക. ഈ മുഹറം മാസത്തിൻ്റെ അല്ലെങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ട ആശുറ ദിവസത്തിൻ്റെ, മുഹറം 10 ദിവസത്തിൻ്റെ അത്ഭുത സംഭവങ്ങൾ പറയുന്ന, ചരിത്ര പശ്ചാത്തലങ്ങൾ പറയുന്ന ഗ്രന്ഥങ്ങൾ വായിക്കുക. അത് നമ്മൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓൺലൈൻ ഓഫ്ലൈനൊക്കെ ആയിട്ട് വായിക്കാൻ പറ്റും. ഈ പരിശുദ്ധമായ ദിവസത്തിൻ്റെ മഹത്വങ്ങൾ പറയുന്ന ക്ലാസ്സുകളൊന്ന് കേട്ടു നോക്കുക. അൽഹംദുലില്ലാ എത്ര സന്തോഷം ഉണ്ടാവും. അതിൻ്റെ അത്ഭുതങ്ങൾ എന്തൊക്കെയാണ്, ഇത് പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. നമ്മൾ മനസ്സിലാക്കാം, മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക.
അതൊക്കെ വളരെ ഫലപ്പെടുന്നതാണ്. അഞ്ചാമത്തെ ഒരു കാര്യം, കുടുംബവുമായിട്ട് നല്ല ബന്ധം. സ്വന്തം വീട്ടിലുള്ളവരും നമ്മുടെ കുടുംബക്കാർ, ഫാമിലി ഉണ്ടല്ലോ, അവരുമായിട്ടുള്ള നല്ലൊരു കണക്ഷൻ. പിണക്കങ്ങളോ അതേപോലെ തന്നെ വഴക്കുകളോ ഉണ്ടാകാത്തൊരവസ്ഥയിൽ അതൊക്കെ ഉണ്ടെങ്കിൽ തീർത്തു കൊടുക്കുക. എന്നിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുക മുഹറം 10 മുമ്പ്. കാരണം അത്രയും പോരിശയാക്കപ്പെട്ട ദിവസത്തിൻ്റെ നോമ്പിൻ്റെയും ഈ നന്മയുടെയും ഒരു ആയുസ് മുഴുവൻ, ഒരു കൊല്ലല്ല, ഒരു ആയുസ് മുഴുവൻ ലാഭം കിട്ടാൻ പോകുന്ന ലാഭത്തിൻ്റെയും ഒരു കാര്യത്തിലും നഷ്ടം ഉണ്ടാകാതിരിക്കാൻ ഈ പിണക്കവും കുടുംബങ്ങളുമായിട്ടുള്ള അകൽച്ചയൊക്കെ നമ്മുടെ നന്മകൾ നഷ്ടപ്പെടുത്തി കളയും, നമ്മുടെ അമലുകളെ മരിപ്പിച്ച് കളയുന്ന തിന്മയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സോൾവ് ചെയ്തിട്ട് റെഡിയായി നിൽക്കുക. ഈ 5 കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ ഇന്നു മുതൽ ഒരുക്കി വച്ചാൽ നമുക്ക് ഈ കൊല്ലത്തെ പരിശുദ്ധമായ മുഹറം 10 ആശൂറ ദിനത്തിൻ്റെ എല്ലാ പോരിശയും കൊണ്ടുപോകാൻ പറ്റും. ശ്രദ്ധിച്ചു കൊടുക്കണം. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറും ബറക്കത്തും നേടിയെടുക്കാൻ പറ്റുന്ന, ഇനി ആ രാവിൽ ചൊല്ലേണ്ട, പകലിൽ ചൊല്ലേണ്ട ആ നോമ്പുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ, ദിവസവുമായി ബന്ധപ്പെട്ട് നമുക്ക് വലിയ സംസാരിക്കണം. ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളൊന്നും ഒരു സെക്കൻഡ് പോലും വോയിസ് മുടങ്ങാൻ പാടില്ല. എല്ലാവരും ഓർത്ത് ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഇരുലോക വിജയം, ആഫിയത്ത്, ബറക്കത്ത്, സലാമത്ത് പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് കമൻറ്റിൽ വന്ന് പറയുന്ന, കൽബ് വെച്ച് ദുആ ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹു ഖൈർ നൽകട്ടെ. നമ്മുടെ മരിച്ചുപോയവരോടൊന്നിച്ച് അല്ലാഹു ജന്നത്ത് നമുക്ക് നൽകട്ടെ. പരിശുദ്ധമായ മുഹറം 9, 10, 11 നോമ്പ് അനുഷ്ഠിക്കാൻ നമുക്കും കുടുംബസമേത അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله لا يا داخل الجنة تبشرنا بما فيها وفيها